ദൈവത്തിന് സ്തോത്രം. ഹാനോക്കിനെ ഉടലോടെയാണോ ദൈവം എടുത്തത്? ഉൽപ്പത്തി 5:24, എബ്രായർ 11:5 എന്നീ വചനങ്ങളാണ് ഇക്കാര്യം വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മറ്റു ചില വചനങ്ങളും കൂടി ഉണ്ട്. ഉൽപ്പത്തി 5:24 ഹാനോക്ക് മരിച്ചിട്ടാണോ അതോ ജീവനോടെ തന്നെയാണോ ദൈവത്താൽ എടുക്കപ്പെട്ടതെന്ന് പറഞ്ഞിട്ടില്ല. അതിനാൽ ഹാനോക്ക് രൂപാന്തരം പ്രാപിച്ചിട്ടാണ് എടുക്കപ്പെട്ടതെന്ന് പറയാൻ സാധിക്കില്ല. ആ വചനം നോക്കാം. ഉൽപ്പത്തി 5:24 ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇതിൽ രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല, മരിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല. മോശയെ സംബന്ധിച്ചിടത്തോളം മോശ മരിച്ചതിന് ശേഷം ദൈവം തന്നെ മോശയെ അടക്കിയെന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആവർത്തനം 34:6 അത് നോക്കാം. അവനെ മോവാബ് ദേശത്ത് ബെത്ത്-പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ഇവിടെ അവൻ എന്ന് പറഞ്ഞത് യഹോവയെക്കുറിച്ചാണ് പറയുന്നത്. അവനെ എന്ന് പറഞ്ഞാൽ മോശയെ. ഇതുപോലെ തന്നെ മരിച്ചതിന് ശേഷം ദൈവം ഹാനോക്കിൻ്റെ ആത്മാവിനെ എടുത്തു എന്ന് കരുതുന്നത് വിശ്വസിക്കാൻ ഒരു കാരണമാണ് മോശയ്ക്ക് വേണ്ടി ദൈവം ഇങ്ങനെ ചെയ്ത കാര്യം. എന്നാൽ എബ്രായർ 11:5 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഹാനോക്കിന് മരണം കാണേണ്ടി വന്നിട്ടില്ല എന്ന് പഴയ നിയമ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടില്ല. എബ്രായർ 11:5 നോക്കാം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇതിലിപ്പോൾ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് ഇവിടെ ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടേയില്ല. പിന്നെ അടുത്ത വായിക്കാം. ഏലിയ പ്രവാചകൻ മാത്രമേ മരണം കാണാതെ എടുക്കപ്പെട്ടതായി പഴയ നിയമ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളൂ. അത് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് വായിക്കാം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിയശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് കയറി. അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരൊറ്റ എടുക്കപ്പെടലേ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. മിക്കവാറും എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ഹാനോക്ക് മരിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിന് കാരണം ഈ എബ്രായ ലേഖനത്തിലെ ഈ വചനമാണ്. അവരിൽ ഒരു വിഭാഗം അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് 2 പ്രവാചകന്മാരിൽ ഒരാൾ ഹാനോക്ക് ആണെന്നാണ് വിശ്വസിക്കുന്നത്. അവർ പറയുന്നത് ഏലിയാവും ഹാനോക്കുമാണ് ഈ 2 പ്രവാചകന്മാർ എന്നാണ്. എബ്രായർ 11:5 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന വചനവും എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്ന വചനം എടുത്തുകൊണ്ടാണ് ഹാനോക്ക് മരിച്ചിട്ടില്ല എന്നും വരുവാനുള്ള 2 പ്രവാചകന്മാരിൽ ഒരാൾ ഹാനോക്ക് ആണെന്നും സ്ഥാപിക്കാനാണ് മേൽപ്പറഞ്ഞ ക്രൈസ്തവ വിഭാഗം ശ്രമിക്കുന്നത്. ഇതിലിപ്പോൾ എബ്രായർ 11:5 മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരിക്കലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായവിധി ഉണ്ടെന്നാണ് പറയുന്നത്. ഹാനോക്ക് മരിച്ചിട്ടില്ല എന്നാണല്ലോ എബ്രായറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹാനോക്ക് ഭൂമിയിൽ വന്ന് ഒരിക്കലും കൂടി മരിക്കണം ഈ വചനപ്രകാരം. ഇത് രണ്ടും എബ്രായറിലുള്ളതാണ്. അപ്പോസ്തലനായ യോഹന്നാനാണ് മരണം കൂടാതെ എടുക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളത് എന്ന് വെളിപ്പാട് 10:15 നിന്നും മനസ്സിലാക്കാം. എന്ന് വായിക്കാം. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇത് വെളിപ്പാട് 10-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ യോഹന്നാനോട് പറഞ്ഞ കാര്യമാണത്. അപ്പോൾ യോഹന്നാൻ തന്നെയാണ് ഇനി വരാൻ പോണേ എന്നുള്ള അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. കാരണം 11-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് അവസാനം വരെ 22-ാം അധ്യായം വരെ യാതൊരു ജാതികളെക്കുറിച്ചോ ഭാഷകളെക്കുറിച്ചോ വംശങ്ങളെക്കുറിച്ചോ ഒന്നും യോഹന്നാൻ പ്രവചിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് യോഹന്നാൻ തന്നെയാണ് വരുന്ന പ്രവാചകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്ത് വായിക്കാം. യോഹന്നാൻ പല പ്രവചനങ്ങളും നടത്തുമെന്ന് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അത് ഇനി നടക്കാനുള്ളതാണ്. അതായത് അന്തിക്രിസ്തുവിൻ്റെ കാലത്താണെന്ന് അർത്ഥം. ഏലിയ പ്രവാചകൻ വീണ്ടും വരുമെന്ന് മലാക്കി 4:5 പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ എന്ന് പറയുന്നത് ഇനിയുള്ള വരവായി പറയുന്നത്. അന്ന് ഭയങ്കരമായ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കും. അതുകൊണ്ടാണ് അതിങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ സമയത്തിന് മുമ്പായിട്ട് അയക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് ഈ 2 പ്രവാചകന്മാരിൽ ഒരാളായിട്ട് വരുന്നത് ഏലിയാവായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഏലിയാവ് വരുന്നുള്ളത് പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത പ്രവാചകൻ എന്ന് പറയുന്നത് യോഹന്നാൻ തന്നെയാണ്. അതിനാൽ ഈ 2 പ്രവാചകന്മാർ അപ്പോസ്തലനായ യോഹന്നാനും പ്രവാചകൻ ഏലിയാവുമാണ്. പിന്നെ
എബ്രായ ലേഖനം വിശുദ്ധ പൗലോസ് തന്നെ എഴുതിയതല്ല. ദൈവവചനം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ് എഴുതുന്നതെങ്കിൽ അതിന് കുഴപ്പമുണ്ടാവില്ല, അത് കറക്റ്റായിട്ട് എഴുതും. ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്.